ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വരലക്ഷ്മി വ്രതത്തെക്കുറിച്ച് പറയുകയും കൂട്ടത്തിൽ എൻ്റെ ഷെൽഫ്, അതായത് പൂജ ഐറ്റംസ് വയ്ക്കുന്ന ഷെൽഫ് അറേഞ്ച് ചെയ്യുന്ന രീതിയും ഞാനിവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വരമഹാലക്ഷ്മി പൂജ അഥവാ വ്രതം സുമംഗലികളായ സ്ത്രീകൾ അവരുടെ കുടുംബത്തിൻ്റെ മുഴുവൻ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും ആരോഗ്യത്തിനും ആയുസ്സിനും വേണ്ടി ആരാധിക്കുന്നു. വര എന്നാൽ സംസ്കൃതത്തിൽ അനുഗ്രഹം എന്നാണ് അർത്ഥം. ഈ ദിവസം ഭക്തിയോടെ വ്രതമെടുത്ത് പൂജ ചെയ്യുന്നവർക്ക് ദേവി അഷ്ടൈശ്വര്യവും പ്രദാനം ചെയ്യുമെന്ന് വിശ്വാസം. ശ്രാവണ മാസത്തിലെ പൗർണമിക്ക് മുമ്പുള്ള വെള്ളിയാഴ്ചയാണ് ഇത് ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത്. കഴിയാത്തവർക്ക് ശ്രാവണ മാസത്തിലെ മറ്റേത് വെള്ളിയാഴ്ചയും അനുഷ്ഠിക്കാവുന്നതാണ്. പുരാണ ഗ്രന്ഥങ്ങളായ വിഷ്ണു പുരാണം, നാരദ പുരാണം എന്നിവയിൽ ഈ വ്രതത്തെക്കുറിച്ച് പരാമർശമുണ്ട്. എല്ലാ ഉത്സവങ്ങളെപ്പോലെയും വ്രതങ്ങളെപ്പോലെയും വരലക്ഷ്മി വ്രതത്തെക്കുറിച്ചും ഒരു ഐതിഹ്യമുണ്ട്. ശിവഭഗവാൻ പാർവതി ദേവിയോട് പറയുന്നതാണ് കഥാരംഭം. മഗധയിൽ ജീവിച്ചിരുന്ന ചാരുമതി എന്ന ബ്രാഹ്മണ സ്ത്രീയുണ്ടായിരുന്നു. അവൾ ആത്മാർത്ഥ ഭക്തിയുള്ളവളും കുടുംബത്തിന് വളരെ അർപ്പണബോധമുള്ളവളുമായിരുന്നു. അവരുടെ ഭക്തി കണ്ട് ലക്ഷ്മി ദേവി പ്രത്യക്ഷയായി വരമഹാലക്ഷ്മിയായി ആരാധിക്കുവാൻ പറയുകയും അങ്ങനെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കുമെന്നും പറയുകയുണ്ടായി. ചാരുമതിയുടെ സ്വപ്നത്തെക്കുറിച്ചറിഞ്ഞ വീട്ടുകാർ ലക്ഷ്മി ദേവി ആവശ്യപ്പെട്ടതനുസരിച്ച് പൂജ നടത്തും അവളെ പ്രോത്സാഹിപ്പിച്ചു. നഗരത്തിലെ മറ്റു സ്ത്രീകൾ അവളോടൊപ്പം വരലക്ഷ്മി വ്രതം ആചരിച്ചു. അങ്ങനെ മഹാലക്ഷ്മി സന്തുഷ്ടയായി സംപ്രീതയായി അവൾക്ക് അഷ്ടൈശ്വര്യവും പ്രദാനം ചെയ്തു എന്നതാണ് ഉള്ളടക്കം. ഇത്തവണ 2024 ഓഗസ്റ്റ് 16 വെള്ളിയാഴ്ചയാണ് വരമഹാലക്ഷ്മി വ്രതം. വ്യാഴാഴ്ച ദിവസം പൂജാ ഒരുക്കങ്ങൾ ആരംഭിച്ച് ഞായറാഴ്ച പൂജയ്ക്ക് ശേഷമാണ് വരലക്ഷ്മി വ്രതം അവസാനിക്കുന്നത്. എന്നാൽ ചിലയിടങ്ങളിൽ വെള്ളിയാഴ്ച ആരംഭിച്ച് ഞായറാഴ്ച പൂജയ്ക്ക് ശേഷം അവസാനിക്കുന്നതാണ്. ദേവിയുടെ ഫോട്ടോയോ വിഗ്രഹമോ അഥവാ കലശത്തിൽ ദേവിയുടെ രൂപം വെച്ചോ ആരാധിക്കുന്ന പതിവുണ്ട്. ഫോട്ടോ വെച്ചായാലും വിഗ്രഹം വെച്ചായാലും കലശം വെച്ചായാലും എങ്ങനെ ആചരിച്ചാലും അത് വളരെ നിഷ്ഠയോടെയും ഭക്തിയോടെയും ആചരിച്ചാൽ ദേവി ഉറപ്പായും പ്രസാദിക്കും, അഷ്ടൈശ്വര്യവും ലഭിക്കുന്നതാണ്. വ്രതമെടുക്കുന്നവർ വെള്ളിയാഴ്ച ദിവസം പൂർണ്ണ ഉപവാസമോ അല്ലെങ്കിൽ പാലോ പഴമോ സേവിച്ച് വ്രതം തുടരാവുന്നതാണ്. അന്നേ ദിവസം വൈകിട്ട് പൂജയ്ക്ക് ശേഷം പ്രസാദം സ്വീകരിച്ച് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്. വെള്ളിയാഴ്ച അത്താഴം മുടക്കരുത് എന്ന ചൊല്ലുമുണ്ട്. പൊതുവെ ആന്ധ്ര, തമിഴ്നാട്, കർണാടക, മഹാരാഷ്ട്ര, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിൽ ഈ ഉത്സവം വ്യാപകമായി ആചരിക്കപ്പെടുന്നു. ദക്ഷിണ ഭാരതത്തിൽ കേരളത്തിൽ മാത്രമാണ് ഇത് പ്രചാരത്തിലില്ലാത്തത്. എന്നിരുന്നാലും ചുരുക്കം ചിലർ ഈ വ്രതം അനുഷ്ഠിക്കുന്നുണ്ട്. മറ്റു ചിലർക്ക് ഇത് പുതിയ അറിവായിരിക്കാം. നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ ഇങ്ങനെയും ചില വ്രതങ്ങൾ അനുഷ്ഠിച്ചു പോരുന്നു എന്ന അറിവ് ഞാൻ എല്ലാവരിലേക്കും എത്തിക്കുന്നു. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. ലക്ഷ്മി ദേവി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു. ഇതിനോടകം എൻ്റെ ഷെൽഫൊക്കെ അടുക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്ത ദിവസം വരമഹാലക്ഷ്മി വ്രതമാണ്. അന്നേ ദിവസം ഞാൻ ദേവി ഒരുക്കുന്നതൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ഇടാം. എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.